പാലക്കാട് മണ്ണാർക്കാട് തത്തേങ്ങലത്ത് വീണ്ടും പുലിഭീതി. ഇന്ന് പുലർച്ചെ തത്തേങ്ങലം അങ്കനവാടിക്ക് സമീപത്ത് താമസിക്കുന്ന പ്രവീണിന്റെ ആടിനെ പുലി കടിച്ചുകൊന്നു. വിവരങ്ങളുമായി ഷാരിഖ് നവാസാണ് ചേരുന്നത് പാലക്കാട് നിന്ന്. ഷാരിഖ്, ഒരുപാട് ദുരന്ത വാർത്ത വരുന്നുണ്ട്. വയോധികയെ പുലി കടിച്ചുകൊന്നു എന്ന വാർത്ത വരുന്നു. ഒപ്പം തന്നെ ആ മേഖലയിൽ പലയിടങ്ങളിലും പുലിയുടേതായിട്ട് ആക്രമണം ഉണ്ടാകുന്നു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ക്രിസ്റ്റീന, ഇന്ന് പുലർച്ചെ ഒരു 3:45 ഇത് മലയിൽ പ്രവീൺ, അതായത് ഈ മണ്ണാർക്കാട് തത്തേങ്ങല പ്രദേശത്ത് താമസിക്കുന്ന മലയിൽ പ്രവീണിൻ്റെ വീട്ടിലെ വളർത്തുന്ന 2 ആടുകളിൽ ഒരു ആടിനെ പുലി കടിച്ചു കൊന്നിരിക്കുന്നത്. ഈ പ്രദേശത്ത് പുലിയുടെ ഭീതി, അതായത് ഈ പുലി മുൻപും ഇറങ്ങിയിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. സമീപ പ്രദേശത്തും ഇത്തരത്തിൽ വളർത്ത ആടുകളെയും മറ്റും കോഴികളെയും ഉൾപ്പെടെ പുലി കൊന്നതായി പറയുന്നുണ്ട്. അത്തരത്തിൽ വലിയ പുലി ഭീതിയിൽ കഴിയുന്ന ഒരു നാടാണ് ഈ മണ്ണാർക്കാട് തത്തേങ്ങലം. മുൻപ് കാലങ്ങളിലും ഇത്തരത്തിൽ അവിടെ ഒരുപാട് സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുൻപ് കാലങ്ങളിൽ ഇതേപോലെ വളർത്ത ആടുകളെയും ഒക്കെ പുലി കടിച്ചു കൊല്ലുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഇന്ന് ഇതേപോലെ മലയിൽ പ്രവീണിൻ്റെ വീട്ടിലെ വളർത്തുന്ന 2 ആടുകളിൽ ഒരു ആടിനെയാണ് പുലി കടിച്ചു കൊന്ന് ഇട്ടിട്ടുള്ളത്. മുറ്റത്ത് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഈ സംഭവ സ്ഥലത്ത് മണ്ണാർക്കാട് DFO ഉൾപ്പെടെയുള്ള ആളുകൾ സന്ദർശിച്ചിട്ടുണ്ട്. RRT വനം വകുപ്പിൻ്റെ RRT സംഘവും സംഭവ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. എന്തായാലും ആളുകളുടെ ആവശ്യത്തെ തുടർന്ന് എത്രയും പെട്ടെന്ന് പുലിയെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്നാൽ മാത്രമേ ആളുകൾക്ക് സ്വസ്ഥതയോടെ ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നു. മാത്രമല്ല, കുട്ടികൾക്ക് പോലും പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. കാരണം ഈ പകൽ സമയങ്ങളിൽ തന്നെ പുലി ഇറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ വലിയ ആശങ്കാജനകമാണ്. അത്തരത്തിൽ എത്രയും പെട്ടെന്ന് പുലിക്കൂട് സ്ഥാപിച്ച് പുലിയെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. ക്രിസ്റ്റീന, ഷാരിഖ് നവാസാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.